ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായൊരു പരാജയം ഉണ്ടായി. AK-ന്റെ ഒരൊറ്റ ആളുടെ പിടിവാശിയാണ് സത്യത്തിൽ ഒരു മണ്ഡലം കൊണ്ട് കളഞ്ഞത്. അതൊരു യാഥാർത്ഥ്യമാണ് സത്യത്തിൽ. അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി യാഥാർത്ഥ്യം മനസ്സിലാക്കി ആദ്യം പ്രവർത്തിക്കേണ്ടതായിരുന്നു. ഒരു ഘടകകക്ഷിയുടെ സീറ്റിലും CPM ഇതുവരെ പറയാറില്ല. അങ്ങനെ പറയാത്തത് കൊണ്ടുണ്ടായ അതാണ് ജാഗ്രത കുറവെങ്കിൽ ആ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. നമസ്കാരം. NCP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇടതുപക്ഷത്തിന് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായിട്ടുള്ളത്. രൂപീകരണ കാലഘട്ടം മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യം, മത്സരിച്ച 3 സീറ്റുകളും നഷ്ടപ്പെടുന്ന സാഹചര്യം. NCP വിലയിരുത്തലുകളിലേക്കും ഒപ്പം തന്നെ പഠനങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായൊരു പരാജയം ഉണ്ടായി. ഒരിക്കലും ഇങ്ങനെ ഒരു പരാജയത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിരുന്നില്ല. അതെങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചിടത്തോളം കാര്യമായി ഇടതുപക്ഷ ജനാധിപത്യമുള്ള എല്ലാ ഘടകകക്ഷികളും പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമിതി 14-ാം തീയതി എറണാകുളത്ത് ചേരുന്നുണ്ട്, കാര്യമായി പരിശോധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സത്യത്തിൽ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് പോലെ വിലയിരുത്തിയാൽ പോരാ, വളരെ ആഴത്തിലും പരപ്പിലും വിലയിരുത്തണം. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭരണകൂടം ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുകയും വികസന പ്രവർത്തനങ്ങൾക്ക് മാതൃകയായിരുന്നു. അതിനകത്തൊന്നും സംശയമില്ല, ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങളെല്ലാം കണക്കൂട്ടിൽ തെറ്റിച്ചുകൊണ്ട് ഇങ്ങനെ പരാജയമുണ്ടായത് എന്തുകൊണ്ടാണെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ കക്ഷികൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ തുടക്കം മുതൽ തന്നെ എലത്തൂർ മണ്ഡലത്തിലുണ്ടായിരുന്നു. പ്രായാധിക്യം, ഒപ്പം തന്നെ നിരവധി തവണ മത്സരിച്ച ഒരേ സ്ഥാനാർത്ഥി. നമുക്കറിയാം, അതിൻ്റെ എല്ലാ പരിമിതിക്കപ്പുറമുള്ള ഒരു ഘട്ടമുണ്ടായിരുന്നു. താങ്കളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ടൗൺ ഹാളിൽ ഉൾപ്പെടെ വിളിച്ച് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി. ഇതിനൊക്കെ ഒടുവിലും വീണ്ടും സ്ഥാനാർത്ഥിയായി AK ശശീന്ദ്രൻ തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജനങ്ങളെ ഒട്ടും മുഖവിലേക്കെടുക്കാതെയുള്ള സ്ഥാനാർത്ഥി നിർണയം ഒരു വലിയ തിരിച്ചടിയായിട്ടില്ലേ? എലത്തൂർ നിയോജകമണ്ഡലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മറ്റൊരു ഘട്ടങ്ങളിലും നഷ്ടപ്പെടാൻ പറ്റാത്തൊരു മണ്ഡലമാണ്. ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ഈ ജില്ലയിലെ പല മണ്ഡലത്തിലും ഞങ്ങൾ പുറകോട്ട് പോയപ്പോൾ ബേപ്പൂരും എലത്തൂരും മാത്രമാണ് മുന്നിലുണ്ടായത്. എലത്തൂരിൽ 1230 വോട്ടിനാണെങ്കിൽ എലത്തൂർ 12,160 വോട്ടിന് മുന്നിലായിരുന്നു. അങ്ങനെയുള്ള നിയോജകമണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 20 വർഷക്കാലം അദ്ദേഹം MLA ആണ്, 10 വർഷക്കാലം മന്ത്രിയാണ്. അവിടെ ഉണ്ടാകുന്ന പ്രവർത്തകന്മാരുടെ വിചാരങ്ങൾ മറ്റാരെയേക്കാളും മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരുന്നു ഞങ്ങളുടെ നേതാവ് AK. അദ്ദേഹം MLA നിലക്ക് നന്നായി പ്രവർത്തിച്ചു, മന്ത്രി നിലക്ക് പ്രവർത്തിച്ചു. എല്ലാ വീടും അദ്ദേഹത്തിനറിയാം, എല്ലാ പാർട്ടിക്കാരെയും അദ്ദേഹത്തിനറിയാം. അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി യാഥാർത്ഥ്യം മനസ്സിലാക്കി ആദ്യം പ്രവർത്തിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി, പാർട്ടിയുടെ ബ്ലോക്ക് കമ്മിറ്റി, പാർട്ടി പ്രവർത്തകന്മാരെല്ലാം തന്നെ അദ്ദേഹത്തോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു, പൊതുസമൂഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതെല്ലാം തന്നെ അദ്ദേഹം അവഗണിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി അദ്ദേഹം കേന്ദ്രത്തിൽ നിന്നും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. സ്വാഭാവികമായി പാർട്ടി അച്ചടക്കമുള്ള പാർട്ടി എന്ന നിലക്ക് പിന്നെ അത് സ്വീകരിക്കുക എന്ന് മാത്രമേ മാർഗമുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത്. CPM അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുമ്പോൾ മുൻപും പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയ അനുഭവമുണ്ട്. കുറ്റ്യാടിയിൽ ഉൾപ്പെടെ മുൻപ് ജോസ് കെ മാണിക്ക് വിഭാഗത്തിന് നൽകേണ്ടുന്ന സീറ്റ് പിടിച്ചെടുക്കുന്ന സാഹചര്യത്തേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങിയ ചരിത്രമൊക്കെയുണ്ട്. CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അത്തരത്തിലൊരു ജാഗ്രത എലത്തൂരിലെ സീറ്റിൻ്റെ വിഷയത്തിൽ ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനം ഉന്നയിച്ചാൽ എന്താണ് പറയുക? ഇത് ജാഗ്രതക്കുറവ് എന്ന് പറഞ്ഞുകൂടാ. സ്വാഭാവികമായി എല്ലാ സീറ്റും ജയിച്ചു വരണമെന്നുള്ളതുകൊണ്ട് ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ആ പാർട്ടി തന്നെയാണല്ലോ നിശ്ചയിക്കേണ്ടത് എന്നുള്ള ഒരു വിഷയത്തിലാണ് CPM നിന്നിട്ടുള്ളത്. ഒരു പാർട്ടിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല. എന്നാലും നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു ആഭ്യന്തര കാര്യം ഇടപെട്ടുകൊണ്ട് ഇന്ന സ്ഥാനാർത്ഥി ആയിരിക്കണം, ഇന്നാൾ സ്ഥാനാർത്ഥി ആവാൻ പാടില്ല എന്ന് ഒരു ഘടകകക്ഷിയുടെ സീറ്റിലും CPM ഇതുവരെ പറയാറില്ല. അങ്ങനെ പറയാത്തത് കൊണ്ടുണ്ടായ അതാണ് ജാഗ്രത കുറവെങ്കിൽ ആ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. CPM ജില്ലാ നേതൃത്വം, ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിന് മുൻപാകെ NCPയുടെ ലീഡേഴ്സ് എന്നുള്ള രൂപത്തിൽ AK അല്ലാത്ത മറ്റ് ഉള്ള ആളുകൾ ഇവരൊക്കെ തന്നെ ഈ വിഷയം ഒട്ടും ഗൗനിച്ചില്ലേ എന്നുള്ളതാണ് നമുക്ക് നോക്കുന്ന സമയത്ത്. കാര്യം ആരോട് ചോദിച്ചാലും മണ്ഡലത്തിൽ ആ സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ലേ? പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഭാരവാഹികളെല്ലാം തന്നെ ഈ മന്ത്രി ആയിരിക്കുന്ന AK ശശീന്ദ്രൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവരായിരുന്നു. അവരെല്ലാം തന്നെ കണ്ടിരിക്കുന്നത് എലത്തൂർ നിയോജകമണ്ഡലത്തിൻ്റെ ശക്തിയിൽ ആര് നിന്നാലും ജയിച്ചു വരും, വീണ്ടും ഭരണം വരും, വീണ്ടും ഇദ്ദേഹത്തിൻ്റെ മന്ത്രിയാവും എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളൂ. മറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചിടത്തോളം സംഘടനയുടെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് അവർ ആലോചിച്ചില്ല. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഏകകണ്ഠേന ഒരു പേര് പറഞ്ഞു,
പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗം ചേർന്ന് അവിടെ ചർച്ച ചെയ്തില്ല. അതൊരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നു, ഡൽഹിയിലേക്ക് അയച്ചു. അവിടെ അത് സംഘടിപ്പിച്ചെടുക്കാനുള്ള എല്ലാ തന്ത്രം സ്വീകരിച്ചു. അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ജയിച്ചു വരും, ആര് എങ്ങനെ മത്സരിച്ചാലും ഈ മണ്ഡലത്തിൻ്റെ സ്ഥിതി ആലോചിച്ചിട്ട്. ആ ഒരു ധാരണയാണ് അവർക്ക് പറ്റിയത്. ഞങ്ങളെല്ലാം വിചാരിച്ചതും സ്വാഭാവികമായി ആര് മത്സരിച്ചാലും ജയിക്കുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ വോട്ട് കുറയും മാത്രമേ വിചാരിച്ചുള്ളൂ. അല്ല, എലത്തൂരിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ധാരണ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല. AK ശേഷം മത്സരിച്ചപ്പോഴും എണ്ണുന്നത് വരെ എന്തായാലും ഒരു ചെറിയ വോട്ടിനെങ്കിലും അദ്ദേഹം ജയിക്കും എന്ന് തന്നെയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോഴാണ് 12,260 വോട്ടിന് തോറ്റു എന്ന് പറയുന്നത്. ഈ കക്കോടി പഞ്ചായത്ത് ഉൾപ്പെടെ വലിയ അർത്ഥത്തിൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടായപ്പോൾ പിടിച്ചു നിന്ന ഏക പഞ്ചായത്തിൽ ഒന്നാണ് ജില്ലയിൽ. അവിടെ ഉൾപ്പെടെ വലിയ അർത്ഥത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് കിട്ടിയ വോട്ടിനേക്ക് 3 മാസക്കാലമായിട്ടുള്ളൂ. എല്ലാ നിയോജകമണ്ഡലത്തിലും അതിനേക്കാളും വോട്ട് LDF എല്ലാ സ്ഥാനാർത്ഥിയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 13 നിയോജകമണ്ഡലം പരിശോധിച്ചാൽ പഞ്ചായത്ത് കിട്ടിയ വോട്ടിനേക്കാളും 5000 വോട്ട്, 4000 വോട്ട്, 8000 വോട്ടൊക്കെ അധികം കിട്ടിയിട്ടുണ്ട്. എന്നാലും 12 പേര് തോറ്റു. എലത്തൂർ മാത്രമാണ് 75,000 വോട്ട് പഞ്ചായത്ത് ഇലക്ഷന് കിട്ടിയ എലത്തൂരിൽ ഈ പ്രാവശ്യം കിട്ടിയത് 65,000 വോട്ടാണ്. എലത്തൂർ 10,000 വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് സത്യം. അത് ഈ ജില്ലയിലെ ആ നിയോജകം മാത്രം ഉണ്ടായൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിയോജകമണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് അറിയേണ്ട കാര്യങ്ങൾ അദ്ദേഹം തന്നെയായിരുന്നു. AKSൻ്റെ ഒരൊറ്റ ആളുടെ പിടിവാശിയാണ് സത്യത്തിൽ ഒരു മണ്ഡലം കൊണ്ട് കളഞ്ഞത്. അതൊരു യാഥാർത്ഥ്യമാണ് സത്യത്തിൽ. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ ഈ സംസ്ഥാനത്തിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ്. മറ്റാരെക്കാളും തനിക്ക് ശേഷം ഈ പാർട്ടി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കേണ്ടതും ഈ പാർട്ടിക്ക് ഒരു മേൽവ്യാസം ഉണ്ടാകണമെന്ന് അറിയിക്കേണ്ടതും അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് 20 വർഷക്കാലം അദ്ദേഹം കണ്ണൂരിൽ ഇവിടെ വന്ന് 20 വർഷക്കാലം അദ്ദേഹം MLA ആയി, 10 വർഷക്കാലം മന്ത്രിയായി. യാതൊരു പ്രയാസവും അദ്ദേഹത്തെ പെടുത്താതെ ഞങ്ങൾ അദ്ദേഹത്തെ വളരെ ലാളിച്ചും ഓമനിച്ചും ബഹുമാനിച്ചും അദ്ദേഹത്തെ കൊണ്ടുപോയി. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 50 വർഷക്കാലമായി ഞങ്ങൾക്ക് ഈ ജില്ലയിൽ MLA ഉണ്ടായിരുന്നു. ആ 50 വർഷക്കാലത്തിനിടയ്ക്ക് 25 വർഷക്കാലം ഞങ്ങൾക്ക് മന്ത്രിസഭയിൽ അംഗമുള്ളൊരു പാർട്ടിയായിരുന്നു. പാർട്ടിയിലെ അംഗസംഖ്യ കുറവാണെങ്കിലും 50 വർഷക്കാലം ഈ സൗകര്യം അനുഭവിച്ചൊരു പാർട്ടി ഇപ്പോൾ എല്ലാം ഇല്ലാതായി. എന്തുകൊണ്ടില്ലാതായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടതും മറുപടി പറയേണ്ടതും എലത്തൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് AKS തന്നെയാണ്. അദ്ദേഹം 14-ാം തീയതി യോഗത്തിൽ അതിന് മറുപടി പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതൊരു സംഘടനയുടെ ഭാവി എന്ന് പറയുന്നതും യുവതലമുറയാണ്. ഒരു യുവതലമുറ കടന്നു വരേണ്ടുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇല്ലാതാക്കിയത്. പാർട്ടിയുടെ ഭാവി കൂടെയാണ് ഈ പറഞ്ഞ പോലെ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. ഒരു പുതിയ തലമുറക്ക് മാത്രമല്ല, തനിക്ക് ശേഷം ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കണമെന്നുണ്ടാകുന്ന ഒരാഗ്രഹവും ഇതിനകത്ത് പലവർക്കും ഉണ്ടായിട്ടില്ല. അവനവൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു പോവുക, അതിനകത്ത് മുന്നോട്ട് പോവുക എന്നതിന് പകരം മറിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇതൊരിക്കലും തന്നെ ഒരു വിജയത്തിലെത്തില്ല. തീർച്ചയായും സമൂലമായ പരിവർത്തനം പാർട്ടിനകത്തുണ്ടാവണം, സമൂലമായ പുളിച്ചേത്തുണ്ടാവണം, ഒരു പുതിയ നേതൃത്വം ഉണ്ടാവണം, ഒരു പുതിയ ആദർശങ്ങൾക്ക് അടിയുറച്ച വിശ്വാസപരമായ സംവിധാനം ഉണ്ടാവണം. ഒരു ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ കേരളത്തിൽ ഒരു നല്ല ഇടമുണ്ട്. ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു ഭാഗത്ത് കോൺഗ്രസ്, മറുഭാഗത്ത് മുസ്ലിം ലീഗിനെ പോലെ വർഗീയ കക്ഷികൾ. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജനാധിപത്യ മതേതര പുരോഗമന സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ കേരളത്തെ മണ്ണിൻ്റെ അകത്ത് ഇടമുണ്ട്. ആ ഇടം പരിശോധിച്ചുകൊണ്ട് ഇത്തരം കക്ഷികൾ ധാരാളം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം തന്നെ കൂട്ടുപിടിച്ച് ഒരു പുതിയ സംവിധാനത്തെക്കുറിച്ച് കാര്യമായി ആലോചിക്കേണ്ട സമയം സമാഗതമായി എന്ന് എനിക്ക് തോന്നുകയാണ്. ഈ അമിത ആത്മവിശ്വാസം തിരിച്ചടിയായിട്ടുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് ജില്ലയിൽ? കോഴിക്കോട് ജില്ലയിലെ പല സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളും അമ്പേ പാളി എന്നുള്ളതാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ഞങ്ങൾ ചില തിരിച്ചടി ഉണ്ടായി. ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ചില വിഭജനങ്ങളും കാര്യങ്ങളൊക്കെ കുറേ ആയതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പരാജയം ഞങ്ങളാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ജില്ലയിൽ പല ഘട്ടങ്ങളിലും UDFൻ്റെ വലിയ ഭരണം വന്നപ്പോൾ ഞങ്ങൾ പിടിച്ചു നിന്ന ജില്ലയാണിത്. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരു വലിയ അപാകത ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഞങ്ങൾക്ക് പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ അതാത് പാർട്ടി തന്നെ പരിശോധിച്ച് തിരുത്തേണ്ടതാണ്. ഒരു ഏകാധിപത്യ പ്രവണത പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ എടുക്കുകയാണെങ്കിൽ, മുൻപാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തും നമുക്കറിയാം ഒരുപാട് നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. CPIക്ക്
INL-ന്, RJD-ക്ക്, ഈ പറയുന്ന NCP-ക്കൊക്കെ ഈ നേതൃത്വത്തിനൊക്കെ തന്നെ ശബ്ദമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി CPM-നകത്താണെങ്കിലും അതിൻ്റെ നേതാക്കൾക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒരു കൂട്ടായ ചർച്ചയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന മുഴുവൻ ആളുകൾ, സ്ഥാനാർത്ഥികൾ, മുഖ്യമന്ത്രിയാണ് മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളത് സുവ്യക്തമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലത്തിൽ വ്യത്യസ്തമായുള്ള സംഗതി, കക്ഷികൾ കുറേ ഉണ്ടെങ്കിലും കക്ഷികൾക്ക് ജനസ്വാധീനം കുറവുള്ള കക്ഷികളാണ് കൂടുതലുള്ളത്. പണ്ടങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന CPM കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിധിവരെ CPI കൂടി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രസ്ഥാനങ്ങളും സത്യത്തിൽ പേരിന് മാത്രമാണ് ദുർബലരാണ്. അവർക്ക് അവരുടെ പുതിയ തലമുറയെ ആകർഷിക്കാനുള്ള ഇപ്പോൾ യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടന, ഇതൊന്നും തന്നെ ഈ ഘടകകക്ഷികൾക്കൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പരിപാടി ഇട്ടാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിലെല്ലാം തന്നെ അധ്വാനിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും CPM തന്നെയാണ്. സ്വാഭാവികമായി അതിൻ്റെ ഒരു ദൗർബല്യം ഇതിനുണ്ട്. വരും കാലങ്ങളിൽ ഇതിനകത്ത് ധാരാളം വിദ്യാർത്ഥികൾ, ധാരാളം യുവാക്കൾ, പുതിയ തലമുറ കൈമാറുക ഒന്നും ഇതിൻ്റെ പോഷക സംഘടനയിൽപ്പെട്ട ഒരു പ്രസ്ഥാനത്തിനും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഘടകകക്ഷികൾക്കൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ദൗർബല്യം ധാരാളം ഉണ്ടായിട്ടുണ്ട്. CPM സ്വാഭാവികമായിട്ട് ഇന്നലെ കണ്ട അതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല പുതിയ ജനാധിപത്യ മുന്നണി. അതിൻ്റെ കാരണം ഘടകകക്ഷികളുടെ ദുർബലതയാണ്, ജനസ്വാധീനത്തിൻ്റെ കുറവാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് നന്നായി അറിയാവുന്ന ജില്ലയാണ് കോഴിക്കോട്, എലത്തൂർ മണ്ഡലം വിശേഷിച്ചും. മന്ത്രി PA മുഹമ്മദ് റിയാസിനെ പോലെ ഒരാൾ ജില്ലയിൽ നിന്ന് ഉണ്ട്. അദ്ദേഹത്തിനും നന്നായി അറിയാം. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്കൊക്കെ തന്നെ വിഷയം എത്തിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ്, വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഏകാധിപത്യപരമായുള്ളൊരു തീരുമാനത്തിലേക്ക് പോയത്? ഇത്തരത്തിലുള്ള യാതൊരു ഇടപെടലും ഉണ്ടായില്ലേ എന്നുള്ളതാണ്. ഇതിപ്പോൾ ഓരോ പാർട്ടിക്കും അവരവരുടെ സ്ഥാനാർത്ഥി അതാത് പാർട്ടിയാണല്ലോ തീരുമാനിക്കുക. ഇപ്പോൾ RJD സ്ഥാനാർത്ഥി RJD തീരുമാനിക്കുന്നു, INL സ്ഥാനാർത്ഥി INL തീരുമാനിക്കുന്നു. NCPയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട ബാധ്യത NCPക്കാണ്. NCPയാണ് അത് പരിശോധിക്കേണ്ടത്. CPM-ന് അതിന് പരിശോധിക്കുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ. ആ പരിമിതി ചിലവർ പരിശോധിച്ചിട്ടുണ്ടാവും. NCP പരിശോധിച്ചു. അത് വേണ്ടത്ര രൂപത്തിൽ, അതിന് സത്യസന്ധമായ രൂപത്തിലുണ്ടാകുന്ന പരിശോധന നടന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായ സത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സത്യത്തിൽ മറ്റ് NCPയുടെ സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കുന്നതിനേക്കാൾ ഉപരിയായി അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലക്ക് AK ശശീന്ദ്രനായിരുന്നു അതിന് മറ്റാരേക്കാൾ ഉത്തരവാദിത്വം. അദ്ദേഹം ഈ പാർട്ടിയെ നിലനിർത്തി കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ അത്ര ബാധ്യതയുള്ള മറ്റാരും സംസ്ഥാനത്തില്ല. അദ്ദേഹത്തിന് മാത്രമാണുള്ള സത്യത്തിൽ. അദ്ദേഹമാണ് ഈ പാർട്ടിയെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിച്ച ആൾ. ഈ പാർട്ടിയെ കൊണ്ട് കഴിഞ്ഞ 30 വർഷക്കാലം MLA ആയി, 10 വർഷക്കാലം മന്ത്രിയായി. അതുകൊണ്ട് തനിക്ക് ശേഷം ഈ പാർട്ടി നിൽക്കണം എന്നാലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആൾ അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ആലോചിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അദ്ദേഹം ആലോചിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഏതായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാൻ NCPക്കും ഒപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കഴിയട്ടെ. ഓക്കെ, താങ്ക് യു.